അപ്പൊ ഇനി അടുത്തത് എവിടേക്ക് പോവാനാ തീരുമാനം? ചിൽഡ്രൻസ് പാർക്ക് അല്ലാതെ അങ്ങട്ടാ? അതൊന്നും വേണ്ട, വല്ല ടെക്സ്റ്റൈൽസുക്കും പോകാം. നിങ്ങള് നാട്ടിലെ തുണിക്കടകൾ മൊത്തം കേറി ഇറങ്ങിയതല്ലേ, അതും പോരായിട്ടാണോ ഇനി ഊട്ടിയിൽ വന്നിട്ടും? അതൊന്നും പറഞ്ഞാ പറ്റൂല, ഇക്ക് നിർബന്ധമായിട്ടും തുണിക്കട കയറണം. അതെന്താ നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ഇന്റെ പച്ചസാരിക്ക് മേച്ചായ മജന്ത ഷോള് കിട്ടാത്ത ടെൻഷനില്ല ഞാന്. അപ്പളാ നിങ്ങളൊരു പാർക്ക്. പൊന്നാര കുഞ്ഞിപ്പാത്തു, അത് നമുക്ക് നാട്ടിൽ പോയിട്ട് വാങ്ങാം. ഇപ്പൊ കുട്ടികളെ എൻജോയ് ചെയ്യട്ടെ, അതിനല്ലേ നമ്മൾ ടൂർ വന്നിക്കണത്. നിങ്ങൾക്ക് വിവരണ്ട്, അല്ലാതെ ഉമ്മാന്റെ പോലല്ല. എന്നാ എല്ലാരും വാ, നമുക്ക് പാർക്കിക്ക് പോവാം. അതേ, ഇവിടെ കയറാൻ ഒരാൾക്ക് ടിക്കറ്റിന് 50 രൂപയാണ്. 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ക്യാഷ് വേണ്ട. പക്ഷെ നമുക്കിടയിൽ 5 വയസ്സിന്റെ താഴെയുള്ള ആരും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? ഉണ്ടല്ലോ. ആര്? മജീദ്. അവന് 7 വയസ്സ് കഴിഞ്ഞില്ലേ, പിന്നെങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, അവന് 4 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞാ മതി. ഈ പോത്ത് പോലെ വളർന്ന ഇവനാണോ 4 വയസ്സ്? അവർക്കെന്താ കണ്ടാ മനസ്സിലാവൂലേ? അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ അവനെ ഒക്കത്ത് വെച്ച് നിന്നോളാം. എന്തിനാ കുഞ്ഞിപ്പാത്തു അങ്ങനെ പിശുക്കണത്? ഒരു 50 രൂപന്റെ കാര്യല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനൊക്കെ പറയാം. ഒരാളുടെ ടിക്കറ്റിന്റെ 50 രൂപ കുറഞ്ഞ അത്രയും നല്ലത്. ആ കാശിന് നമുക്ക് ചോളം പുഴുങ്ങിയത് വാങ്ങി തിന്നാം. ഇജ് വല്ലാത്തൊരു അർക്കീസ് തന്നെ. മതി എന്റെ കുറ്റം പറഞ്ഞത്, വേഗം പോയി ടിക്കറ്റ് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഏടാ, നിനക്ക് ഇവിടുത്തെ ഒരു റൈഡിലും കയറാൻ പറ്റൂല. അതെന്താ അടിക്ക് കേറിയാല്? അനക്ക് പൈസ കൊടുത്തിട്ടില്ലല്ലോ. ഇജാടെ അമ്മന്റെ ഒക്കെ തന്നെ ഇരുന്നോ. നിങ്ങൾ കാരണം ഇന്റെ ഒരു ഗതികേട്. ഇജ് അതൊന്നും നോക്കണ്ട, ഇജ് പോയിട്ടേ എല്ലാ ഊഞ്ഞാലിലും കേറിക്കോ. അവര് വരുമ്പോ ഞാൻ അന്നെടുത്ത് ഒക്കത്ത് വെച്ചോളാം. അല്ല, ഞാൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇതിലൊന്നും ഇക്കിരിക്കാൻ പറ്റൂലല്ലോ, എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്ത്? 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കുള്ളൂ ഇരിക്കാൻ പറ്റിയാന്ന് ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ എഴുതാതിരിക്കും അമ്മ, ചിൽഡ്രൻസ് പാർക്ക് അല്ലേ. ഇവിടുത്തെ റൈഡിലൊക്കെ കുട്ടികൾക്കുള്ളൂ കയറാൻ പറ്റുക. പൊന്നാര കുഞ്ഞിപ്പാത്തുവ, അങ്ങനെ ഒരു പാർക്ക് എവിടെയില്ല. കുട്ടികൾ കളിക്കട്ടെ, നമുക്കത് കണ്ടിരിക്കാം. ഇക്കങ്ങനെ കണ്ടിരിക്കാനൊന്നും പറ്റൂല, വേണമെങ്കിൽ എന്തേലും തിന്നിരിക്കാം. അത് ശരി, ഞങ്ങളെ പറഞ്ഞയച്ചിട്ട് നിങ്ങക്ക് തിന്നാനാണല്ലേ? പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? നിങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ചിരുന്നൂടെ? ഓ, സംസാരിക്കാൻ പറ്റിയ മുതലാണല്ലോ ഒപ്പുള്ളത്. ഇയാളാണെങ്കിൽ വായ തുറന്ന എന്റെ കുറ്റം മാത്രമേ പറയുള്ളൂ. മതി കുഞ്ഞിപ്പാത്തുവോ, ഇവിടുന്നെങ്കിലും ഇന്നൊന്ന് വെറുതെ വിട്. ഇങ്ങൾക്ക് തിന്നാനുള്ളത് ഞാൻ കളി കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം. തൽക്കാലം ഇതിന്റെ അണ്ണാക്കിൽ എന്തേലും കുത്തിക്കയറ്റട്ടെ. ആ, നിങ്ങളെ വിചാരിച്ചിട്ട് തൽക്കാലം ഞങ്ങൾ കളിക്കാൻ പോവാ. പക്ഷെ ഞങ്ങൾ വരുമ്പത്തിന് കഴിക്കാനുള്ളതൊക്കെ വാങ്ങി വെക്കണം. ആ ശരി മക്കളെ, നിങ്ങൾ പൊയ്ക്കോളി. നിങ്ങൾക്ക് ഈ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇന്ന കളിയാക്കലല്ലാതെ ഒരു പണിയില്ലേ? അപ്പൊ ഇജു ഇന്നെ കളിയാക്കിയില്ലേ? ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഒക്കെ ഉള്ളതന്നല്ലേ പറഞ്ഞത്. അത് ശരി, അപ്പൊ അനക്ക് എന്തും പറയാം. ഞാൻ പറയണതാണോ കുറ്റം? ആ, നിങ്ങൾ പറയുന്നത് തന്നെയാണ് കുറ്റം. ഞാനാവണ്ട നിങ്ങളെ സഹിക്കണത്. അത് ശരി, അപ്പൊ ഞാനും എന്നെ സഹിക്കണില്ലേ? ഇന്നെപ്പോലെ സൽസ്വഭാവിയായ ഒരു ഭാര്യനെ കിട്ടിയത് നിങ്ങളെ ഭാഗ്യാണ്. സൽസ്വഭാവിയോ? അതും ഇജോ? ഞാൻ തന്നെ. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, തൽക്കാലം വിഷയം മാറ്റാം. അല്ല കുഞ്ഞിപ്പാത്തു, അനക്കെന്തോ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, അങ്ങനെ വല്ല നല്ല കാര്യങ്ങളും ചോദിക്ക്. 2 ചോളം പുഴുങ്ങിയത്, 1 ഗ്ലാസ് ചായ, 1 കുപ്പി ജ്യൂസ്, 2 ഐസ്ക്രീം, 3 സമൂസ, 2 കട്ട്ലറ്റ്. ഇതൊക്കെ എന്തിനാ? ഒരു കട തുടങ്ങാനുണ്ടല്ലോ. തീർന്നിട്ടില്ല. 1 പൊതി നിലക്കടലും 2 പരിപ്പ് വടയും കൂടി വേണം. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ശ്വാസം വിടാൻ നിർത്തിയതാ. ഇതൊക്കെ ഒരു ടിപ്പർ ലോറിയിൽ കൊണ്ടുവരേണ്ടി വരും, അത്രക്ക് ഉണ്ടല്ലോ. മതി അതും ഇതും പറഞ്ഞത്, വേഗം ഒന്ന് പോയിട്ട് വാങ്ങിയിട്ട് വാ. ഒരു പഞ്ചായത്തിനെ മുഴുവൻ തിന്നാനുള്ളതുണ്ട്, ഇതൊക്കെ നീ ഒറ്റക്ക് തിന്ന് തീർക്കുവോ? ആ, ഞാനിതൊക്കെ ഒറ്റയ്ക്ക് തിന്ന് തീർക്കും. പിന്നെ ഒരു കാര്യം, ഇങ്ങക്ക് വേണമെങ്കിലേ വേറെ വാങ്ങിക്കോളിം, അല്ലാതെ ഇതിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതിന്റെ മാത്രം മെനു ആണ്. ടൂർ കഴിയുമ്പത്തിന് കടം കയറി ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ, അത് ഞങ്ങൾ സഹിച്ചോളാം. ഇപ്പൊ നിങ്ങൾ തൽക്കാലം പോയിട്ട് വാങ്ങിയിട്ട് വാ. അപ്പൊ ഞങ്ങൾ ടൂറിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ അമ്മച്ചി പൊളിയല്ലേ? ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഞങ്ങളുടെ ടൂറിന്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാരും മറക്കാതെ കാണണം. ഞങ്ങളെല്ലാവരും
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി ടൂറിന്റെ വിശേഷങ്ങളും കമന്റ് ചെയ്യണേ. ഞങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്നും കമന്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ബൈ.